ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ക്ലൂലെസ് പാസ്പോർട്സിൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു സ്പെഷ്യലായിട്ടുള്ള റിസോർട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഫ്ലഫി പോസ് എന്ന് പറഞ്ഞിട്ട് ഒരു പെറ്റിൻ്റെ ഒരു റിസോർട്ടിലേക്കാണ്. അപ്പോൾ നമ്മൾ ഗോവ ട്രിപ്പ് പോയപ്പോൾ നമ്മൾ ഓസ്റ്റിന് പെറ്റ് സെൻറ്ററിൽ വിട്ടിട്ട് പോയതായിരുന്നു. ഒരു 5 days ഡോഗ് ബോർഡിങ്ങിന് വിട്ടിട്ടുണ്ടായിരുന്നു. ലൊക്കേഷൻ വന്നിട്ട് ബാംഗ്ലൂരുള്ള സർജാപൂർ റോഡിലാണ് വരുന്നത് ഈ ഒരു ഫ്ലഫി പോ റിസോർട്ട്. ഒരു 2 acre ഒരു വലിയൊരു പ്രോപ്പർട്ടി തന്നെയാണ്. അപ്പോൾ ഡോഗ് ബോർഡിങ്, അതുപോലെ ഡോഗിൻ്റെ ഡേ കെയർ, സ്വിമ്മിങ്, അങ്ങനത്തെ കുറേ ആക്ടിവിറ്റീസും ഒക്കെ ഇവിടെ ഈ ഒരു പെറ്റ് റിസോർട്ടിലുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നൊന്നായി പോയി കാണാം. ഇതാണ് അതിൻ്റെ ഒരു റിസപ്ഷൻ പോലെ ഫ്ലഫി പോ പെറ്റ് റിസോർട്ട് എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു സിറ്റിംഗ് സ്പേസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു സിറ്റിംഗ് സ്പേസും അതേപോലെ തന്നെ ഇതാണ് റിസപ്ഷൻ. നമ്മൾ പെറ്റൊക്കെ വരികയാണെങ്കിൽ പക്ഷേ ഒരു എക്സാമിനേഷൻ ചെയ്യും, എന്നിട്ടാണ് നമുക്ക് ഉള്ളിൽ കൊണ്ടുപോവുക. ഇത് ശരിക്കും ഒരു പെറ്റ് ഹെവൻ തന്നെയാണ്. കാരണം കുറേ ഡോഗ്സിന് ഇവിടെ കാണാൻ പറ്റും. പല ബ്രീഡിലുള്ള ഡോഗ്സ് ഇവിടെ ബോർഡിങ്ങിനും അതുപോലെ ഡേ കെയറിനൊക്കെ ആയിട്ട് വന്ന കുറേ പെറ്റ്സ് ഉണ്ട്. അപ്പോൾ എല്ലാം നല്ല ക്യൂട്ട് പെറ്റ്സ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ കുറേ ഡെസിഗ്നേറ്റഡ് ഏരിയ ഉണ്ട് അവർക്ക് കളിക്കാൻ വേണ്ടിയിട്ട്. കുറേ ഒരു ലാർജ് സ്പേസ് തന്നെ ഉണ്ട് അവർക്ക് കളിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ 4 ആയിട്ടൊക്കെ ഓരോ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡോഗ്സ് എല്ലാവരും ഒരുമിച്ചൊരു ഏരിയയിലാണ് കളിക്കുന്നത്. ബാക്കിയുള്ളവരെ കുറച്ച് ഫ്രണ്ട്ലി അല്ലാത്തവരെ കുറച്ച് സെപ്പറേറ്റ് ആയിട്ട് മറ്റൊരു ഏരിയയിലാണ്. അപ്പോൾ എന്തായാലും വലിയൊരു സ്പേസ്, മുകളിൽ ഗ്രീനറി ആയിട്ടുള്ള സ്പേസ് ഉണ്ട് ഇവർക്ക് ഫ്രീ ആയി ഓടി നടക്കാനും കളിക്കാനൊക്കെ ആയിട്ട്. അപ്പം നമ്മുടെ ചുറ്റും ഫുൾ ഡോഗ്സ് ആയിരിക്കും. ഇങ്ങനെ നമുക്ക് കളിക്കുകയൊക്കെ ചെയ്യാം. എന്തായാലും നല്ലൊരു സ്പേസ് ആണ്. പെറ്റ് ബോർഡിംഗ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വന്ന് ചെയ്യാം. നല്ലൊരു സ്പോട്ടാണ്. നിങ്ങൾക്ക് വന്ന് ചുമ്മാ ഇരുന്ന് ഒരു വീഡിയോ ഒക്കെ എടുക്കണം എന്ന് പറഞ്ഞില്ല, ഒരു കഫേയിലൊക്കെ വന്ന് ചുമ്മാ ഫുഡ് കഴിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും വരാം നിങ്ങൾക്ക്. Zero. അപ്പോൾ ഞാനൊന്ന് ഉള്ളിൽ പോയിട്ട് വന്നായിരുന്നു. എല്ലാ ഡോഗ്സും നമ്മൾ ഫ്രണ്ട്ലി ആയിട്ട് ഇങ്ങനെ ഡോഗ്സാണ് ഈ ഒരു കിണലിൻ്റെ ഉള്ളിൽ, ഈ ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ വിടുന്നത്. അപ്പോൾ ഞാൻ ഫുള്ള് ഉള്ളിൽ പോയിട്ട് വരുമ്പോഴേക്കും തന്നെ ഫുള്ള് ഡസ്റ്റായി. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ ഇങ്ങനെ വരികയാണെങ്കിൽ കുറേ ഡോഗ്സിനൂടെയൊക്കെ മിങ്കിൾ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഡോഗും കുറച്ച് ഫ്രണ്ട്ലി ആവും. അപ്പോൾ ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ എവിടെയും പുറത്തൊക്കെ പോവുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു നമ്മൾക്ക് ഡോഗ് ബോർഡിങ്ങിന് വിടാൻ പറ്റും. നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു പെറ്റ് റിസോർട്ട് തന്നെയാണ്. കുറേ ഡോഗ്സ് ഉണ്ട്. മന്ത്ലി ഉണ്ട്, ഡെയിലി റെൻ്റൽ ഉണ്ട്, അതല്ലാണ്ട് വീക്ക്ലി റെൻ്റൽ ഉണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ വന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതൊക്കെ അറിയാൻ പറ്റും. ഇങ്ങനെയൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. കുറച്ച് അഗ്രസീവായ ഡോഗ്സിനൊക്കെ അവർ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലേസിൽ വിടും. ഇത് കുറച്ച് അഗ്രസീവായ ഡോഗാണ് ഈ ഒരു ഹസ്കി. അപ്പോൾ അവർ വന്നിട്ട് കുറച്ച് അവനെ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ അവർ നോക്കിയിട്ടൊക്കെയാണ് അവർ ചെയ്യാറ്. ഗ്രൂമിങ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ഈ ഒരു സെഷനിൽ അവർക്ക് വന്ന് ഗ്രൂമിങ്, അതേപോലെ തന്നെ ബാത്തിങ്, ഇതൊക്കെ നമുക്ക് അവർ ചെയ്യും. അവരിപ്പോൾ ലാബ്രഡോറിന് ഒരു ബാത്തിങ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഗ്രൂമിങ് സെഷൻ ചെയ്യാൻ വേണ്ടി അവർ കൊണ്ടുവന്നിരിക്കുകയാണ് ഇങ്ങനെ. ഇവിടെ നമുക്കൊരു എൻറ്റയർ ഈ ഒരു ഫ്ലഫി പെറ്റ് റിസോർട്ടിൻ്റെ ഒരു ഫുൾ വ്യൂ കാണാൻ പറ്റും. ഒരു 2 acres ഒരു പ്രോപ്പർട്ടി തന്നെയാണ് ഈ ഒരു ഫ്ലഫി പെറ്റ് റിസോർട്ട്. you
ഇതാണ് സുഹം, ഇവരാണ് ഈ ബോർഡിംഗ് നടത്തിയിട്ടിരിക്കുന്നത്. വൺ ഓഫ് ദി പാർട്ട്നർ, റൈറ്റ്? Like, yeah. So nice to meet you anyway. Yeah. Our main, Fluffy Paws Pet Resort, when you talk about, it's a mix of everything. Okay. So boarding is the main thing that we focus on. And like you have asked me how we all started, basically we had our own pets. We used to drop them in the boarding center. There were certain issues that we found, and with that thought, we thought that we'll come up with, with our own thing. Okay. And the problems and challenges that we were facing with the other centers, we'll try to rectify those and give the pet parents and the pets a home for a holiday home. Holiday home. Yeah, Okay. That's the reason. exactly. Now, if you see, most of the time the pets will be playing around in the parks. A lot of socializing happens with different kinds of breeds. We have parks which are, bifurcated into different, smaller ones together, female ones together, males. So that's how we do it. So you separate them. Yes, we separate them so that they have their own zone, their own playtime, Okay. and the boys will be there playing with them all the time. So basically the main concept is clear. So we want to give a holiday home for the pets. People who go away for holiday, they can leave the pets. They will get a home like an experience. We'll take care of them. We'll provide them with food, comfort, play, and everything that we can do. Basically a pet resort. Exactly. Okay. Now, when you talk about resort, so there are day outing facilities also. Like if you do not have a pet also, you want to come and spend some time here. Please do come and visit here. We have our own pets. Okay. You can play with them. We have a cafe. We have swimming pool, parks. You can come and play around. So that's how it is. ഇപ്പം നിങ്ങൾക്ക് പെറ്റ് ഇല്ലെങ്കിലും യു ക്യാൻ കം ആൻഡ് ലൈക്ക് വിസിറ്റ് ദിസ് പ്ലേസ്. നമുക്ക് ഇവൻ്റെ തന്നെ ബാർക്കി കഫേ എന്ന് പറഞ്ഞിട്ട് ബാക്കിൽ കാണുന്നില്ലേ, ഇതാണ് ബാർക്കി കഫേ എന്ന് പറഞ്ഞിട്ട്. അതിലാണ് നമുക്ക് ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. ഹൗ മച്ച് ഇസ് ഫോർ ദ സ്വിമ്മിംഗ് പൂൾ? The swimming is ₹500 per pet per hour. Okay. In fact, humans are also allowed in the pool. ഹ്യൂമൻസിനും നമുക്ക് ഉള്ളിൽ പോകാൻ പറ്റും. ഇറ്റ്സ് ₹500 per person. പെർ പെറ്റാണ്. നമുക്ക് പെറ്റിൻ്റെ കൂടെ നമ്മൾക്ക് ഇൻഡിവിജ്വൽസ് ആയിട്ട് നമ്മൾക്ക് പെറ്റ് പാരൻറ്റ് നമുക്ക് ഉള്ളിൽ പോകാൻ പറ്റും. ആ ഒരു ഫെസിലിറ്റി അവിടെ തന്നെ ഉണ്ട്. ആൻഡ് ദെൻ ലൈക്ക് വാട്ട് ഓൾ ബോർഡിങ്സ് ലൈക്ക് only dogs or you do both cats as well? So we have cat boarding also. We do both dog and cat boarding. And we have a specified play zone for the cats where then they can come out and play with other cats. So dog is one, and then the cat boarding is the other thing that we have there. And main thing, like everyone will have a question, like what is required for dog boarding? So dog boarding, normal vaccination has to be done. Tick prevention is a must. Kennel cough is a must. Okay. And that's the thing that we do. As a procedure, normally when a dog or a cat comes in, first thing we do is that we do a proper checkup, especially for the ticks and all, because we try to keep this place tick-free zone sort of thing, as much as possible. അതാണ് മെയിനായിട്ട് വേണ്ടത്. ടിക്ക് ഫ്രീ സോൺ ആയിരിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് കൊണ്ടുപോകുമ്പോഴും ഇല്ല ഇവിടെ നിന്ന് വേറെ ഡോഗ്സിന് നമുക്ക് ടിക്സ് സ്പ്രെഡ് ആവും. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഡോഗ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് ബോർഡ് ചെയ്യാൻ പറ്റും. How much is the dog boarding fee? That also you can say. So it starts from ₹600. And it depends on the breed size. Breed size. Okay. Yeah. So it starts at 600 and cat boarding starts at ₹350. ₹350 നിന്ന് അപ്പോൾ നമുക്ക് ക്യാറ്റ് ബോർഡിങ് ചെയ്യാൻ പറ്റും. ഡിഫറെൻറ്റ് സൈസ് ഉണ്ട്, സ്മോൾ, മീഡിയം, ലാർജ് എന്ന് പറഞ്ഞിട്ട് ഒരു 3 സൈസ് ഉണ്ട് ഡോഗിന്. അപ്പോൾ അതിനനുസരിച്ചാണ് നമുക്ക് റേറ്റ് വരുന്നത്. അതിലാണ് ഗ്രൂമിംഗ് സെഷൻസ് ഉണ്ട്. യു ക്യാൻ ടേക്ക് യുവർ ബാത്ത്. ദാറ്റ് ഓൾസോ യു ക്യാൻ ഡു ഇറ്റ്, റൈറ്റ്? Like if you want just for a bath and everything. Yes. So we have a full-fledged grooming setup. So if you want to come along with your pets only for the grooming part, then you can come here, visit us. We have different packages also which you can avail. ഓക്കെ. എന്തായാലും നല്ലൊരു പെറ്റ് സെൻ്ററാണ് ഫ്ലഫി പെറ്റ് സെൻറ്റർ, പെറ്റ് റിസോർട്ട്, സർജാപൂരിലാണുള്ളത്. എന്തായാലും ഇറ്റ്സ് എ നൈസ് പ്ലേസ്. എനിവേ, താങ്ക്സ് ഫോർ മീറ്റിംഗ്. താങ്ക്സ് ഫോർ ബോർഡിംഗ് ഓസ്റ്റിൻ as well. Sure. Yeah, we will just visit again. Anyway, like we liked it. We like this property. Thanks a lot. Thank you. Huh? No. Car will take it. Bah. അവൻ്റെ ബോർഡിങ് കഴിഞ്ഞ് അവൻ തിരിച്ച് വീട്ടിൽ പോവാണ്. അവൻ്റെ ഇത്ര ദിവസം 1 week ഇവൻ റിസോർട്ടിൽ ഇരുന്ന് അടിച്ച് പൊളിച്ച് അവൻ തിരിച്ച് വീട്ടിൽ പോവാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഓസ്റ്റിൻ്റെ ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്തായാലും നല്ലൊരു ബോർഡിംഗ് ഫെസിലിറ്റി തന്നെയാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ. നമുക്ക് ഡോഗ്സിനെ കൊണ്ടുവിടാനും പിന്നെ അവരെ നന്നായിട്ട് ലവ് ആൻഡ് കെയറോടെ തന്നെ ഇവിടെ നോക്കുന്നത്. അപ്പോൾ എന്തായാലും നല്ലൊരു പെറ്റ് റിസോർട്ട് തന്നെയാണ്. പെറ്റ് റിസോർട്ടും അതുപോലെ തന്നെ ഡേ കെയറും ബോർഡിങ്ങും എല്ലാം ഉണ്ട്. അപ്പോൾ കുറേ ഫെസിലിറ്റീസ് ഉള്ള ഒരു നല്ലൊരു പ്ലേസ് നിങ്ങൾ നോക്കുകയാണ്. നിങ്ങളുടെ പെറ്റ്സിനെ നിങ്ങൾ ഏതെങ്കിലും വെക്കേഷനോ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ കൊണ്ടുവിടാൻ പറ്റിയ ഒരു ബെസ്റ്റ് സ്ഥലം നോക്കുകയാണെങ്കിൽ വി ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ദിസ് ഫ്ലഫി പോ റിസോർട്ട്. ഒരു അടിപൊളി റിസോർട്ട് തന്നെയാണ്. അപ്പോൾ
ഈ ഫ്ലഫി പോ റിസോർട്ട് എവിടെയാണെന്നും ഇതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ അതും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. സോ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കാതെ ഞങ്ങളുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ സൈനിങ് ഓഫ് ഫ്രം ക്ലൂലെസ് പാസ്പോർട്ട്സ്. ബൈ. ഇതൊരു പട്ടി വീഡിയോ ആണ് ഗൈസ്.